മക്കളുടെ മനസ്സ് കാണാതെ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മക്കളെ കേരളത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നല്ല ചിത്രമാണ്. ഇന്നിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് അല്ല, ആ സിനിമ ടോട്ടൽ കാര്യം അഭിനയത്തിനേക്കാൾ അപ്പുറം ഒരു മെസ്സേജാണ്. പിന്നെ രഞ്ജിത്ത് സഞ്ജീവ് വളരെ ടാലൻറ്റഡുള്ളൊരു ആർട്ടിസ്റ്റാണ്, വളരെ കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു വലിയ വാഗ്ദാനമായിരിക്കും, ഒരു വലിയ പ്രതീക്ഷയായി താൻ മാറും എന്ന് ഇതിലെ നായക കഥാപാത്രത്തെ, ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രഞ്ജിത്ത് സഞ്ജീവ് തെളിയിച്ചിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ ചിത്രം തീർച്ചയായും കുടുംബ സദസ്സിന് വേണ്ടിയുള്ളതാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും കാരണം മൊത്തത്തിൽ ഈ സിനിമ ഒരു ടെക്നിക്കലി എല്ലാ അർത്ഥത്തിലും ഒരു പെർഫെക്റ്റ് മൂവിയാണ്. 100 കോടി ക്ലബിൽ കയറിയില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കയറുന്ന ഒരു ചിത്രം തന്നെയാണ്. സാധാരണ ഒരു ഹൗസ് വൈഫാണ് ഞാൻ. ഈയിടെ കണ്ട ഒരുമാതിരിപ്പെട്ട ഫിലിംസ് എല്ലാം വയലൻസ് കൂടുതലുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ തിയേറ്ററിൽ വരാൻ പോലും ഞങ്ങളുടെ എൻ്റെ ഏജിലൊക്കെ ഉള്ളവർക്ക് പ്രയാസമാണ്. പക്ഷേ ഈ ഫിലിം എൻ്റെ ഏറ്റവും അടുത്ത ഒരു മോനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന രഞ്ജിത്തിൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് വരാം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു മൂവി ഞാൻ കണ്ടിട്ടേ ഇല്ല. സത്യത്തിൽ പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് കറക്റ്റായിട്ട് ഇതിനകത്ത് നിങ്ങൾ ചെയ്തേക്കുന്നത്. ഭയങ്കര നല്ല മൂവി. ഐ വിൽ റെക്കമെൻഡ് ഈച്ച് ആൻഡ് എവറി ഫ്രണ്ട്സ് ഓഫ് മൈൻഡ് ടു സീ ദിസ് മൂവി. ഒരിക്കലും മിസ് ചെയ്തതെന്ന് ഞാൻ പറയുന്നു. അത്ര നല്ല ഒരു മൂവി. ഇതിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കൾക്കും കൺഗ്രാറ്റ്സ്. അവരെ നല്ല ഉയരങ്ങളിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഈ സിനിമ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു മെസ്സേജാണ്. അതായത് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ആ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ മഹാമാരി, കോവിഡ് എന്ന മഹാമാരി വന്നു, അതിനു മുമ്പ് പ്രളയം, അതിനേക്കാളൊക്കെ വലിയൊരു മഹാമാരിയാണ് ഈ കേരളത്തിലെ യുവജനത എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, മറ്റ് വിദേശങ്ങളിലേക്ക്. ഇവിടെ ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പോകുന്നൊരവസ്ഥ. അതിനകത്ത് പറയുന്ന പോലെ ഒടുവിൽ മലയാളികൾ ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് കേരളം മാറുന്ന അവസ്ഥ. സത്യത്തിൽ എനിക്കിത് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വളരെ കൗതുകരമായിട്ട് തോന്നിയ കാര്യം, എൻ്റെ ഒരു കഥയുണ്ട്, കനാൻ എന്ന് പറയുന്ന കഥ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കഥയാണ്. അപ്പോൾ ആ കനാൻ എന്ന കഥ ഇത് തന്നെയാണ്. കാരണം ഈ ചെറുപ്പക്കാർ, നമ്മൾ പണ്ട് പൈറ്റ് പൈപ്പറിൻ്റെ കഥ കേട്ടിട്ടുണ്ട്, യൂറോപ്പിലെ പഴയ നാടോടി കഥ പൈറ്റ് പൈപ്പർ. അപ്പോൾ അയാളൊരു കുഴലൂതി കുട്ടികൾ മുഴുവൻ അയാളുടെ പുറകെ പോയി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഏതോ പൈറ്റ് പൈപ്പർമാർ കുഴലൂതി നമ്മുടെ കുട്ടികളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഒടുവിലൊരു വൃദ്ധരുടെ നാടും ഒരു ശ്മശാന ഭൂമിയായിട്ട് ഈ കാട്ടുപന്നിയും കാട്ടുമൃഗങ്ങളും നാട്ടിലേക്ക് കയറി അങ്ങനെ ഒരു പ്രേതാലയം പോലെ, അല്ലെ പ്രേത ശ്മശാന ഭൂമി എന്ന് പറയുന്ന രീതിയിൽ കേരളം മാറും. അത് കൃത്യമായിട്ട് വരച്ച് കാട്ടുന്ന ഒരു മെസ്സേജ് ചിത്രമാണ്. ഒരു അംശത്തിൽ ഈ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മളിതിനകത്ത് ചിത്രീകരിക്കേണ്ടത്. നമ്മളിതൊരു സിനിമയാണ്. സ്വാഭാവികമായിട്ടൊരു ചലച്ചിത്രമാകുമ്പോഴത്തേക്ക് ആ ചലച്ചിത്രത്തിൽ യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല, ഒരു മുഖ്യമന്ത്രിയെ ആ രീതിയിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ, ഒരു സാമൂഹ്യാവസ്ഥയിൽ എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പെരുമാറേണ്ടത്, യോജിക്കേണ്ടത് എന്നുള്ളൊരു സന്ദേശം നന്നായിട്ട് ഈ സിനിമ നൽകുന്നുണ്ട്. നല്ല മൂവിയാണ്, ബ്യൂട്ടിഫുൾ മൂവി. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ചെറുപ്പക്കാരും പ്രായമുള്ളവരും നമ്മുടെ നാട്ടിൽ യങ്സ്റ്റേഴ്സ് അവർ ഇവിടെ തിരിച്ചു നിൽക്കണം. ഇപ്പോൾ കൂടുതൽ ആളുകളും വെളിയിലോട്ടാണ് പോകുന്നത്. അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ അവരുടെ കഴിവുകൾ മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ദിസ് ഇസ് എ റിയലി ഇൻസ്പയറിങ് മൂവിയാണ്. എനിക്ക് തോന്നുന്നത് ദിസ് വിൽ ബി എ ഹ്യൂജ് ഹിറ്റ്. ബിക്കോസ് ഇതൊരു ആക്ച്വൽ ജീവിതമാണ് കാണിക്കുന്നത്. ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. എല്ലാവരുടെയും അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു. നായകൻ, നായിക, അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, എല്ലാ സബ് ക്യാരക്ടേഴ്സ് റോൾസ്, എല്ലാവരും അവനവൻ്റെ റോള് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മൂവിയാണ്, നല്ല സബ്ജക്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഇതിൻ്റെ ഏറ്റവും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാവുന്നത്. ഏറ്റവും നല്ല തീമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സംവിധാനം, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല കഥയാണ്, നല്ല തിരക്കഥയാണ്. ക്യാമറ, ഗാനങ്ങൾ എല്ലാം ഗംഭീരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ ടീം. കേരളത്തിൽ ഏറ്റവും സാമൂഹ്യ പ്രസക്തമായിട്ടുള്ളൊരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന പേരിൽ ഇന്ന് കാണാനുള്ള അവസരമുണ്ടായത്.
സത്യത്തിൽ ദശലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളാണ് കേരളത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസവും തൊഴിലും അന്വേഷിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു. ആ പലായനം ചെയ്യുന്നവരുടെ അവസ്ഥ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിനാധാരമായ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലവും ഒരു നല്ല കഥയുടെ പിൻബലത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഘടനാപരമായിട്ടുള്ള മാറ്റമുണ്ടാകണമെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഉറക്കെ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്കും ഈ കാര്യത്തിൽ ബോധവൽക്കരണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമ എന്ന നിലയിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, കാലിക പ്രസക്തമായിട്ടുള്ള സാമൂഹ്യ വിഷയത്തെ ആസ്പദമാക്കി ഒരു നല്ല സന്ദേശം സമൂഹത്തിന് നൽകുന്ന, പ്രത്യേകിച്ചും പുതുതലമുറയ്ക്ക് നൽകുന്ന ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. മാത്രവുമല്ല, ഇതിൻ്റെ സംവിധാനം, ഇതിൻ്റെ രചന, ഇതിൻ്റെ കെട്ടിലും മട്ടിലും അതിലെ എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുന്ന സിനിമയായി തന്നെ ഇത് വിലയിരുത്തപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും രഞ്ജിത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലുള്ള പെർഫോമൻസ് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അഭിനന്ദനത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. കൊള്ളാം ബ്രോ, നല്ല പടം, അടിപൊളി നല്ല പടം. എന്തായാലും ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മൂവി എന്തായാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട് നേരിടുന്നൊരു വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. എന്തായാലും അത് നല്ലൊരു സിനിമയാണ്. ഇപ്പോഴത്തുള്ള പുതിയ തലമുറയുള്ള കുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. നല്ലതായിട്ടുണ്ട്. നല്ല സിനിമ. ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ആ ഒരവസ്ഥ വളരെ കൃത്യമായിട്ട് അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. നല്ല പുതുമുഖങ്ങളെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല സിനിമയാണ്. നല്ലൊരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് ചിന്തിപ്പിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ള സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി. വളരെ നല്ല സിനിമ. ഡയറക്ഷൻ, നല്ല സബ്ജക്റ്റ്, എല്ലാം കൊണ്ടും കൊള്ളാം. എൻ്റെ കൊച്ചുമോള് ഏറ്റവും നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹങ്ങളും അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഷൂട്ടിൻ്റെ പ്രോസസ്സാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട്, ഈ സിനിമ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ ഡിസിഷൻസ് പോലും എനിക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു ഇത് വന്നു. കാരണം സിനിമ കണ്ടപ്പോൾ ഇതിനു മുമ്പ് ഞാനെടുത്ത പല ഡിസിഷൻസ് പോലും ഞാൻ ഒന്നുകൂടെ ആലോചിച്ചു. എന്നെ ചിന്തിപ്പിച്ച ഒരു സിനിമ തന്നെയാണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായും എല്ലാവരും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അറിയിക്കണം. ഇതൊരു സിനിമ, നോർമലി ഞങ്ങൾക്കൊരു സിനിമ മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാളും ഇതൊരു മൂവ്മെൻ്റാണ് ആക്ച്വലി. ഈ കേരളയിലെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ യൂത്ത് ഇൻ കേരളയ്ക്ക് വേണ്ടിയുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ സിനിമ മെയിൻലി ഓഡിയൻസിലേക്ക് എത്തിച്ചേക്കുന്നത്. സോ അതൊരു സോഷ്യൽ കോസിനും കൂടെയാണ്. താങ്ക് യു. സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. മസ്റ്റായിട്ട് പോയി കാണണം. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി കാണണം. എന്തോ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഈ സൊസൈറ്റിയിൽ സോഷ്യലി ഭയങ്കര റിലവൻസ് ഉള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. മസ്റ്റായിട്ട് പോയി കാണണം. അഭിനയിച്ച മൂവിയാണ്. അപ്പോൾ ഇത്ര സോഷ്യലി റിലവൻ്റ് ആയ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ യൂത്ത് എവിടെയെന്ന് പറയുന്ന വലിയൊരു സബ്ജക്റ്റാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഉറപ്പായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റിനാണ്. ഇല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും കാണണം. ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപരി എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യപ്പെടണം എന്ന് ആണ് എൻ്റെ അഭിപ്രായം. അടിപൊളി പടം, എല്ലാവരും നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഞാനിതിൽ അഭിനയിച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. നിങ്ങൾ പാരൻസായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ചിത്രമാണ്. ഓക്കെ, നല്ല മെസ്സേജ്. ഇറ്റ്സ് എ വെരി നൈസ്ലി ഡൺ മൂവി. നല്ല പെർഫോമൻസ് ഗംഭീരമായിരുന്നു. എല്ലാം ന്യൂ കമേഴ്സാണ് മോസ്റ്റ്ലി, യങ്സ്റ്റേഴ്സ്. പക്ഷേ വളരെ ഇപ്പോഴത്തെ ജനറേഷനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അതിമനോഹരമായൊരു മെസ്സേജാണ്. നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. നല്ല ഡയറക്ഷൻ, എവറിത്തിങ് ഈസ് ഗുഡ്.